സുജയ, ഇതേ ഫോർമുല ആയിരിക്കുമോ? ഫോർമുലയൊക്കെ UDF ചെയർമാൻ പറയുമ്പോൾ പിന്നെ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നല്ല ഒരു സർട്ടിഫിക്കറ്റ് ആണല്ലോ കൊടുത്തത്. നമ്മൾ ഈ വിഷയം നേരത്തെ എടുത്തപ്പോഴും, അതായത് ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ഈ വിഷയം എടുത്തപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന വെൽഫെയർ പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇതാദ്യമായി ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ്, അതും പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായിട്ടുള്ള വ്യക്തി ഒരു സർട്ടിഫിക്കറ്റ്, ഒരു എൻഡോഴ്സ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് ആ പാർട്ടിയുടെ കേരളത്തിലെ ഒരു പോസ്റ്റർ ബോയ് മാറുന്ന രീതിയിലുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആണ്. അതായത് ഒരു ബ്രാൻഡാക്കി ജമാഅത്തെ ഇസ്ലാമിയെ അതൊരു നല്ല ബ്രാൻഡാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത നേതാവായി VD സതീശൻ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുകയാണ്. അതാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ചത് എന്നതാണ്. അവർക്ക് കിട്ടിയ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റിനെ കുറിച്ചാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി വന്ന് പരസ്യമായി തന്നെ പറയുന്നത്. അതോടൊപ്പം ആര്യാടൻ ഷൗക്കത്ത് തനിക്ക് കിട്ടിയ ജയം, അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വളരെ തങ്ങളെ സഹായിച്ചു എന്ന രീതിയിൽ പറയുകയാണ്. അതൊക്കെ ഒരു എൻഡോഴ്സ്മെന്റ് ആണ്. ഇടതുപക്ഷം ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തേടിയിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ എന്നതടക്കം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം തയ്യാറാകാതിരുന്നത്? അവർ കൊടുക്കാതിരുന്ന എൻഡോഴ്സ്മെന്റ് മറുഭാഗത്ത് UDF കൊടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ലീഗിനെ പോലെ, കേരള കോൺഗ്രസിനെ പോലെ അങ്ങനെ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അംഗീകരിക്കുന്ന തരത്തിലേക്ക് പോവുകയാണോ എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല. എത്ര തന്നെ അതിനെയൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാലും ഈ കൊടുത്തിരിക്കുന്ന എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതൊരു ബ്രാൻഡിംഗ് ആണ്. ആ ബ്രാൻഡിംഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്തത് എന്തിനാണ്? അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് വരും കാല രാഷ്ട്രീയത്തിൽ തിരിച്ചറിയാൻ പോകുന്ന ഒരു കാര്യമാണ്. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഈ രീതിയിലുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആരും ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവരെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അത് നടത്തിയ ഒരേ ഒരു നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. ഇവിടെ ഒരു ഫ്രണ്ടിന്റെ, അതായത് ഒരു മുന്നണിയുടെ, ഒരു സ്ഥാനാർത്ഥിയുടെ ഒക്കെ വെൽഫെയർ ഉറപ്പാക്കുകയാണ് നിലമ്പൂരിൽ കണ്ടത് നമ്മൾ. ആ വെൽഫെയർ ഉറപ്പാക്കുന്നതിന് വേണ്ടി എത്ര വോട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇല്ലെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമായിരുന്നല്ലോ. കിട്ടിയ ഭൂരിപക്ഷം നോക്കൂ, എത്ര അന്തസ്സുള്ള വിജയമായേനെ. ജമാഅത്തെ ഇസ്ലാമിക്ക് എൻഡോഴ്സ്മെന്റ് കൊടുക്കാതെ മുസ്ലിം ലീഗിനെ എന്തുകൊണ്ട് അവിശ്വസിച്ചു? മുസ്ലിം ലീഗ്, ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുന്ന വേളയിൽ തന്നെ ഞാൻ പറഞ്ഞു, ലീഗിന്റെ വോട്ട് ഉറപ്പിച്ചു നിർത്തി. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുതൽ തങ്ങൾ കുടുംബമടക്കം എല്ലാവരും രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു. അതായത് യൂത്ത് ലീഗൊക്കെ എത്ര ആക്റ്റീവായി ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. PK ഫിറോസിനെയൊക്കെ നമ്മൾ ഈ വിജയാഹ്ലാദത്തിൽ മാത്രമല്ല, അതിന് മുൻപ് തന്നെ നമ്മൾ കാണുന്നുണ്ട്. മുനവർ അലി തങ്ങളെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിനായിരുന്നു. അതിന് തിരിച്ചു വന്നതിന് ശേഷം അതിനു മുൻപ് തന്നെ വിളിച്ചിട്ടാണ് പോയതെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. ഇന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി കാണുകയാണ്, മധുരം പങ്കിടുകയാണ് വിജയിച്ചതിന് ശേഷം നിയുക്ത MLA ആയ ആര്യാടൻ ഷൗക്കത്ത്. ലീഗ് അത്രയും ആത്മാർത്ഥമായി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് ഒപ്പം അടിയുറച്ചു നിന്നു. പണ്ട് പറഞ്ഞത്, പാണക്കാട് തങ്ങളെ പറഞ്ഞത്, അതൊക്കെ ഒരു മുറുമുറുപ്പാക്കി കണക്കാക്കി അവർക്ക് മാറി നിൽക്കാമായിരുന്നല്ലോ. പക്ഷേ മുന്നണിക്ക് വേണ്ടി അവരതെല്ലാം മറന്നു. അവർ ആത്മാർത്ഥമായി സഹായിച്ചു. അല്ലെങ്കിൽ ഈ 11,000 വിജയമൊന്നും അവിടെ UDF ഉണ്ടാകില്ലായിരുന്നു. ലീഗ് ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് അൻവറിനെ മുന്നണിയിൽ എടുക്കാത്തതിലടക്കം കൂടുതൽ സമ്മർദ്ദങ്ങളിലേക്ക് പോകാമായിരുന്നു. അദ്ദേഹം പോയില്ലല്ലോ. അദ്ദേഹം മുന്നണിക്ക് വേണ്ടി എന്താണ് നിലപാടെടുത്തത്? ലീഗാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തത്. ഏറ്റവും മാന്യമായി ഒരു മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പെരുമാറിയത്. അത് കോൺഗ്രസ് തിരിച്ചറിയണം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് VD സതീശൻ ആലോചിക്കേണ്ടത് ലീഗ് ആരാണെന്നുള്ളതാണ്. ലീഗിന്റെ പ്രാധാന്യം എന്താണ് UDF എന്നുള്ളതാണ്. അത് പരിഗണിക്കാതെ ഈ ഒരു വാചകം പറഞ്ഞതിന് അതിന് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായി അത് അടയാളപ്പെടുത്തപ്പെടും എന്നതാണ് എൻ്റെ ലളിതമായുള്ള അഭിപ്രായം. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ TK അബ്ദുള്ളയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പ്രസംഗം അതിപ്പോൾ പ്രചരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. കുറച്ച് വർഷം മുൻപുള്ളതാണ്. TK അബ്ദുള്ള എന്ന മുൻ അമീറാണ്. മുൻ അമീർ പറഞ്ഞ വാചകമാണ്, കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടാ. നേരത്തെ മാഡം പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമി അങ്ങ് മൊത്തത്തിൽ മാറിയെന്ന്. ഈ പ്രസംഗം കൂടി ഒന്ന് കേൾക്കൂ. കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ടാ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. നമുക്കിവിടെ ജീവിക്കണ്ടേ? അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോൾ ഡെമോക്രസി, സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞേക്കാം. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിന്റെ കാര്യത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തുകയുമില്ല. വാചക ശൈലിയിൽ ലേശം മിനുക്കുപണിയൊക്കെ ചെയ്യും. ഒരു പൊതുവേദിയിൽ മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ TK അബ്ദുള്ള എന്ന മുൻ അമീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഇന്ന് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇനിയും വേണമെന്ന് പറയുന്നു. ഇതേ ജമാഅത്തെ ഇസ്ലാമി ഇനിയും അങ്ങോട്ട് പിന്തുണയ്ക്കുമെന്ന് പറയുകയാണ് കേരള രാഷ്ട്രീയത്തിൽ UDF-നെ. കോൺഗ്രസിന്റെ പാരമ്പര്യം ഇതാണോ? ലീഗിന്റെ പാരമ്പര്യം ഇതാണോ? മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയെ തന്നെയാണ്. പേരിൽ മുസ്ലിം ഉണ്ടെങ്കിലും മുസ്ലിം ലീഗ് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന സെക്യുലർ ഫാബ്രിക്കിന് ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അവർ അനുവർത്തിച്ചിട്ടുള്ളത്, അവർ
അവരുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ രമ്യമായി പരിഹരിക്കുന്നതിന് എപ്പോഴും ഇടപെട്ടിട്ടുള്ള മനുഷ്യന്റെ പേരാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത്. ഉമ്മൻചാണ്ടിയിൽ നിന്ന് വി ഡി സതീശനിലേക്ക് വരുമ്പോഴുള്ള മാറ്റമെന്ന് പറയുന്നത് ഗംഭീര മാറ്റമാണ് കോൺഗ്രസിന് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞത് 2014 കോൺഗ്രസിന്റെ UDFന്റെ അവസാന സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിൽ ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടന എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം. അതിലെ വാചകങ്ങൾ കൂടി ഞാൻ പറയാം. അന്ന് കൊടുത്ത ആ സത്യവാങ്മൂലത്തിൽ ഒരു പൊതുതാൽപര്യ ഹർജി വന്നപ്പോൾ അന്ന് കൊടുത്ത ആ സത്യവാങ്മൂലത്തിൽ നിന്ന് എങ്ങനെയാണ് പിന്നോക്കം പോകാൻ UDF സംവിധാനത്തിന് കഴിയുന്നത്? ഇടതുപക്ഷത്തിനൊപ്പമായിരുന്ന വോട്ടുകൾ, കുറച്ച് വോട്ടുകൾ അവർ മാറ്റിവെച്ചപ്പോൾ ഞങ്ങളിങ്ങ് എടുത്തു എന്ന് പറയുന്നത് പോലെ നിസ്സാരമൊന്നുമല്ലാതെ. അവരെടുത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ, ഞങ്ങളെടുത്തപ്പോൾ കുഴപ്പമാണല്ലോ. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. കാരണം LDF സർക്കാരൊന്നും ഇതുപോലൊരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി മാറിയെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടി കൊടുത്ത സത്യവാങ്മൂല കാലത്ത് ഭരണപക്ഷ MLA ആയി ഇതേ വി ഡി സതീശനും ഭരണപക്ഷ ബെഞ്ചുകളിൽ ഇരിക്കുന്നുണ്ട്. അബ്ദുൾ സമദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി കൊടുത്തത്. അതിന് മറുപടിയായി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക സ്രോതസ്, പ്രത്യയശാസ്ത്രം, അത് സംസ്ഥാനത്ത് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് അബ്ദുൾ സമദ് ഹർജി കൊടുത്തത്. അപ്പോൾ ആ ഹർജിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിലെ പ്രധാനപ്പെട്ട വാചകങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി മേരി ജോസഫാണ് ഈ സത്യവാങ്മൂലം കൊടുത്തത്. അതിൽ പറഞ്ഞത് 1957 പ്രസിദ്ധീകരിച്ച മലയാളത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പരിശോധിച്ചുറപ്പിക്കുമ്പോൾ ദൈവികമല്ലാത്ത ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിന് കീഴിൽ വഹിക്കുന്ന ഏതെങ്കിലും പ്രധാന സ്ഥാനങ്ങളോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗത്വമോ അതിന്റെ കോടതി വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം ഉപേക്ഷിക്കണം. ഏതെങ്കിലും ദൈവികമല്ലാത്ത സർക്കാർ സംവിധാനത്തിന് ഭാഗമാവുകയോ അതിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ പങ്കുചേരുകയോ ചെയ്താൽ ആ ഉപജീവന മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിവാകുക. കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് അനിസ്ലാമിക കോടതികളെ സമീപിക്കരുത്. ഇതൊക്കെയാണ് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് UDF സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി. അദ്ദേഹം ഇന്ന് നമുക്കൊപ്പമില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ തീരുമാനത്തിനൊപ്പം നിൽക്കില്ല. എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ അറിയുന്ന ഉമ്മൻചാണ്ടി ഈ തീരുമാനത്തിനൊപ്പം നിൽക്കില്ല. ഉമ്മൻചാണ്ടി അന്നെടുത്ത ആ തീരുമാനത്തിൽ നിന്ന് എത്ര പെട്ടെന്നാണ് 10 വർഷം കഴിയുമ്പോഴേക്കും UDF മാറുന്നത്. ആ മാറ്റത്തിലേക്ക് പോകുമ്പോൾ ലീഗിനതിൽ എതിർപ്പുണ്ടാകുമെന്നേ. അന്ന് ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നുമുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേൾക്കാൻ വി ഡി സതീശൻ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ഉറച്ച ടേക്ക്. കാരണം ദേശവിരുദ്ധമായി അല്ലെങ്കിൽ ഭരണഘടനയെ മാനിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മാനിക്കാതെ നിൽക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പറഞ്ഞോളൂ. 2019 ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുക്കുന്നുണ്ടല്ലോ UDF. അന്ന് കുഞ്ഞാലിക്കുട്ടി എവിടെയായിരുന്നു? ഞാൻ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെ കുഞ്ഞാലിക്കുട്ടി എവിടെയാണ്? ഞാൻ പറയാം പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ ലീഗ് സംവിധാനം ഇതുവരെ ഏതെങ്കിലും പാർട്ടികൾ വോട്ട് തരുന്നതിനെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വോട്ട് നൽകുന്നതിനെ അതിനെയൊന്നും ആരും എതിർത്തിട്ടില്ല. LDFും അത് തന്നെയാണ് ചെയ്തത്. വോട്ട് വാങ്ങുന്നത് പോലെയല്ല, വോട്ട് വാങ്ങിയതിനു ശേഷം നീ മാന്യനാടാ എന്ന് തിരിച്ചങ്ങോട്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, അതിനെയാണ് എതിർക്കേണ്ടത്. ആ സർട്ടിഫിക്കറ്റാണ് പ്രശ്നം, അല്ലാതെ വോട്ട് വാങ്ങുന്നതല്ല. വോട്ട് വാങ്ങി തന്നെയാണ് LDFും UDFും കാലാകാലങ്ങളായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ കൊടുത്ത ആ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. കേരളം എതിർക്കേണ്ടത് അതിനെയാണ്. ഉമ്മൻചാണ്ടിയോടൊപ്പം വാങ്ങിയിട്ടുണ്ടോ വോട്ട്? ഉമ്മൻചാണ്ടി അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കാത്ത ജമാഅത്തെ ഇസ്ലാമി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്ന വോട്ട് നേടിക്കൊണ്ട് നിയമനിർമ്മാണ സഭയാണല്ലോ നിയമസഭ, അതിലേക്ക് പോകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഈ ഒരു ആർജവം കാണിക്കുകയാണ്. ഞാൻ LDFിലേക്ക് വരാം, ഞാൻ UDFിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ജമാഅത്തെ ഇസ്ലാമിയെ നിയമസഭയ്ക്കകത്ത് വിമർശിച്ച ഒരു നേതാവുണ്ട്. ഇതേ നിലമ്പൂരിന്റെ MLA ആയിരുന്ന മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ്. ഓർമ്മയുണ്ടാകുമല്ലോ ജിമ്മി സാറിന്. നിയമസഭയ്ക്ക് അകത്ത് മാത്രമല്ല നിയമസഭയ്ക്ക് പുറത്തും ഈ ഒരേ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഇന്ന് രാവിലെ പറയുന്നത്. ആര്യാടൻ മുഹമ്മദ് പറയുമ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ, അതേ മകനും എഴുതിയിട്ടുണ്ടെന്നേ ലേഖനം. 2016 ഒക്ടോബറിൽ മാതൃഭൂമി പത്രത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് മതഭരണകൂടമല്ല മതേതര ജനാധിപത്യം എന്നാണ്. അപ്പോൾ അതേ മതഭരണകൂടത്തിന്റെ വക്താക്കളായ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മതേതര ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കേരള നിയമസഭയിലേക്ക് പോകാൻ സ്വീകരിച്ചു എന്ന ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന രീതിയിലേക്ക് കേരള രാഷ്ട്രീയം മാറിയിരിക്കുന്നു. വോട്ട് കിട്ടിയാൽ മതി, നേട്ടം എനിക്ക് വേണം എന്നതാണ് ഇവിടുത്തെ സിമ്പിൾ ഫോർമുല. ഈ ഫോർമുല തുടരുമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പറയട്ടെ, ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പി മുജീബ് റഹ്മാനെയാണല്ലോ ഇവിടെ കോട്ട് ചെയ്യുന്നത്. ഈ പി മുജീബ് റഹ്മാൻ നേരത്തെ എടുത്തിട്ടുള്ള നിലപാടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഭരണഘടന തിരുത്തി മാറ്റം വരുത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ വരുത്തിയ മാറ്റങ്ങൾ എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം. ആ മാറ്റങ്ങളെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണം. വലിയ
മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ അവർ മാറി ഭരണഘടന തിരുത്തി എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ 2021 ഒക്ടോബറിലാണ് ഭരണഘടന ഭേദഗതി ചെയ്തു എന്ന് പറയുന്നത്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ ഭരണഘടനാ ഭേദഗതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. 2019 തീരുമാനം എടുത്തെങ്കിലും വെബ്സൈറ്റിൽ അവർ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ തിരുത്തുവരുത്തുന്നത്. ഇതനുസരിച്ച് വിശ്വാസികൾക്ക് സർക്കാർ ഉദ്യോഗം സ്വീകരിക്കാം, കേസുകളുടെ തീർപ്പിനായി കോടതിയെ സമീപിക്കാം. ഇതൊക്കെ ഔദ്യോഗികമായി പറയുകയാണ്. ഇതെല്ലാം അനിസ്ലാമികമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഔദ്യോഗിക നേതൃത്വത്തിൽ ഉള്ള ആൾ തന്നെയാണ് മുൻ അമീറിന്റെ വാക്കുകൾ കേട്ടല്ലോ. മുൻ അമീറിന്റെ വാക്കുകൾ അവിടെ നിൽക്കുകയാണ്. ആ വാക്കുകളെ ഇതുവരെ ഇപ്പോഴത്തെ അമീർ പി മുജീബ് റഹ്മാൻ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വാക്കുകൾ കൊണ്ടുള്ള ഒരു കളി മാത്രമാണ്. വെർബൽ ഡയറിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നാട്ടുകാരെ പറ്റിക്കുകയാണ്. അല്ലല്ല, ഭരണഘടന മാറ്റിയതിൽ തന്നെ എന്താണ് ഭരണഘടന മാറ്റിയതിൽ തന്നെയാണ് എല്ലാം മതരാഷ്ട്രവാദത്തെ പ്രസിദ്ധീകരിച്ച് വെബ്സൈറ്റിൽ കിടക്കുന്നത്. എന്തായാലും 2021 ഒക്ടോബർ ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ, അതിനുശേഷം താങ്കൾക്ക് പറയാം. അതായത് പിന്തുണയ്ക്കാതെ ഇരിക്കുമ്പോൾ ഭീകര സംഘടന, പിന്തുണച്ച് കഴിയുമ്പോൾ പിന്തുണയ്ക്കാതെ ഇരിക്കുമ്പോൾ ഭീകര സംഘടന എന്ന് LDF പറയുന്നു എന്നതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വാദമായി ഉയർത്തുന്നത്. പക്ഷേ LDF എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം. വെൽഫെയർ പാർട്ടി കൂടി, അതായത് ജമാഅത്തെ ഇസ്ലാമി കൂടി UDF സംവിധാനത്തിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ CAAയും പൗരത്വ വിഷയവും ഒക്കെ ഉയർത്തിക്കൊണ്ട് നടത്തിയ സമരങ്ങളിലൂടെ തങ്ങളുടെ ഭാഗത്തേക്ക് വന്നു എന്ന് കരുതുന്ന വോട്ടുകളെല്ലാം പോയി എന്നുള്ളൊരു ആശങ്ക LDFനുമുണ്ട്. അതും കാണാതിരിക്കേണ്ട. ഞാൻ രണ്ട് പാർട്ടിയും ഒരേപോലെ വിമർശിക്കാൻ തന്നെയാണ് ഈ അവസരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെൽഫെയർ പാർട്ടി എന്ന ജമാഅത്തെ ഇസ്ലാമിയെ മാറി മാറി ചുമന്നവരാണ് LDFും UDFും എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തപ്പെടുകയാണ്. മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്ന ഒരു സംഘടനയെ മാറി മാറി അവരുടെ വോട്ട് വാങ്ങിയ രണ്ട് മുന്നണികളാണ് LDFും UDFും. അതാണ് അവരുടെ ഫോർമുല. എങ്ങനെയായാലും എത്ര നാണം കെട്ടായാലും വോട്ട് നേടണമെന്നതാണ്. ഒരു കാര്യം കൂടി ലീഗിനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് ആ പാർട്ടിയിലെ കൂടുതൽ അംഗങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. വളരെ കുറച്ച് മാത്രമാണ് മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ അതിന്റെ അംഗങ്ങളായിരിക്കുന്നത്. ഇപ്പോൾ ജയന്തിയെ പോലെയുള്ളവരൊക്കെ അവരുടെ ദേശീയ നേതൃത്വത്തിലുണ്ട്, അത് കാണാതിരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ലീഗ് ഉള്ളപ്പോൾ ലീഗിന് തീവ്രത പോരാ മുസ്ലിം വോട്ടുകൾ മുഴുവൻ പിടിച്ചു നിർത്താൻ എന്ന് തോന്നിയത് കൊണ്ടാണോ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്നത്? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം ഇപ്പോൾ നിലമ്പൂരിലെ കോമ്പിനേഷൻ എന്താണ് അവർ ഉണ്ടാക്കി വെച്ചത്? UDF ഉണ്ടാക്കി വെച്ചത് മുസ്ലിം ലീഗ് പ്ലസ് വെൽഫെയർ പാർട്ടി പ്ലസ് SDPI. പാലക്കാട്ട് SDPIയുടെ പ്രകടനമാണ് ആദ്യം കണ്ടത്. ഇവിടെയും SDPIയുടെ വോട്ടുകൾ അത് പൂർണ്ണമായിട്ടും സാദിഖിന് കിട്ടിയോ? കിട്ടിയിട്ടില്ല. SDPI അവകാശപ്പെടുന്ന വോട്ടുകൾ അവിടെ SDPIക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ 2026 മുന്നിലുള്ളത്. അതിലേക്ക് ഈ ഫോർമുലയുമായിട്ട് പോകുമ്പോൾ അടുത്ത 10 മാസം എന്ന് പറയുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒരു മെറ്റമോർഫോസിന്റെ സമയമാണ്. ആ സമയത്ത് ലീഗ് സമസ്തയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കും. കാരണം ലീഗ് 40 സീറ്റിലെങ്കിലും മത്സരിച്ചാലേ ലീഗ് 40 സീറ്റിലെങ്കിലും മത്സരിച്ചാൽ മാത്രമേ UDFന് അധികാരത്തിൽ വരാൻ കഴിയൂ. ഇവിടെ ലീഗ് എന്ന ബ്രാൻഡിനെ മോശമാക്കുകയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്നുള്ളത് നമ്മൾ കാണണം. കാരണം 6 ജില്ലകളിൽ നേട്ടമുണ്ടാക്കാൻ, 2 ജില്ലകളിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അൻവറിന്റെ കാര്യത്തിലോ കേട്ടില്ല. ഈ കാര്യത്തിലെങ്കിലും കേൾക്കാതിരുന്നാൽ UDFന്റെ കാര്യം പോക്കാണെന്നുള്ളത് ഉറപ്പാണ്. Meet the editors.